നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ ആണ്. ഇതൊരു 2-3 ക്ലാസ്സുകളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഫ്ലൂയിഡ് പ്രഷറിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് പ്രഷർ എന്താണ്, ടൈപ്സ് ഓഫ് പ്രഷർ എന്താണ്, അതുപോലെ പ്രഷർ മെഷറിംഗ് ഡിവൈസസ്. പ്രഷർ മെഷറിംഗ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ പീസോമീറ്റർ, മാനോമീറ്റർ, പ്രഷർ ഗേജസ് തുടങ്ങിയ സാധനങ്ങളുണ്ട്. മാനോമീറ്റർ തന്നെ പല ടൈപ്പുകളുണ്ട്, പ്രഷർ ഗേജസ് പല ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റി വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പഠിക്കണം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. മാനോമീറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് വരാറ്. ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ്, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ മാനോമീറ്ററിന്റെ 1-2 പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഫാക്ടുകളുണ്ട്, അത് പഠിക്കണം. ദെൻ വരുന്നത് നമുക്ക് ടോട്ടൽ പ്രഷർ, സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന ഏരിയ ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടൈംസ്, അതിന്റെ കുറച്ച് ഇക്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ്, ഇത്രയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രഷർ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ യൂണിറ്റുകൾ എന്നിവയാണ്. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവണം. സോ എന്താണ് പ്രഷർ? പ്രഷറിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സൈറ്റഡ് ബൈ എ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ. അല്ലെ, യൂണിറ്റ് ഏരിയയിൽ ഉള്ള ഫോഴ്സ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതിന്റെ ഇക്വേഷൻ എന്താണ്? F/A ആണ്. ഓക്കെ, F/A ആണ്. യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ്. പ്രഷറിന് പല പല യൂണിറ്റുകളുണ്ട്. ഓക്കെ, പല പല യൂണിറ്റ് ആണ് പ്രഷറിനുള്ളത്. സോ ഓരോ യൂണിറ്റിന്റെ കൺവേർഷൻ എങ്ങനെയാണ് മറ്റേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ആവുന്നത് എന്നുള്ളത് പഠിച്ചോളണം. പ്രഷറിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എല്ലാവർക്കും അറിയാം, പ്രഷറിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ ആസ് പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ്കൽ. പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ബാർ. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. അവിടെ ഒരു ബാറിൽ, പാസ്കൽ നമ്മൾ സയന്റിസ്റ്റ് ആണല്ലേ, ഒരു ബാറിൽ 10⁵ പാസ്കൽ എന്ന് പേരുള്ള സയന്റിസ്റ്റുമാരുണ്ടായിരുന്നു എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് മറക്കൂല. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. പ്രത്യേകം പറയാൻ കാരണം ചിലർക്ക് മാറിപ്പോവും. 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 10⁵ ബാർ എന്നുള്ള രീതിയിലൊക്കെ മാറിപ്പോകാറില്ല ചിലർക്ക്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. PSI ഒരു യൂണിറ്റ് ആണ്, കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒരു യൂണിറ്റ് ആണ്. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9.81 ന്യൂട്ടൺ ആണ്. ഓർത്ത് വെച്ചോളാം, 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. അതിന്റെ പ്രഷർ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ടേംസിലും, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മറ്റേ മെർക്കുറിയുടെ ഹൈറ്റിന്റെ രൂപത്തിൽ പറയാൻ പറ്റും. 760 mm of Hg ആണെന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ, അറ്റ്മോസ്ഫിയർ പ്രഷർ. അത് 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഹൈറ്റ് ഓഫ് എ ഫ്ലൂയിഡിന്റെ ടേംസിൽ നമുക്ക് പ്രഷർ പറയാൻ പറ്റും. പ്രഷറിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. M⁻⁴ L⁻⁻⁴ T⁻². അതാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ കുറച്ച് കൺവേർഷൻസ് ആണ്. 1 atm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 760 mm of Hg ആണ്. ഇത് കാണാതെ പഠിച്ചോളണം. അതുപോലെ തന്നെ 1 atm എന്ന് പറഞ്ഞാൽ 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണ്. അല്ലെങ്കിൽ 1.01325 ബാർ ആണ്. അത്ര ഇൻറ്റു 10⁵ 10⁵ ആണത്. 10⁵ അത്ര ഇൻറ്റു 10⁵ 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. ഇനി നമുക്ക് കിലോ പാസ്കലിൽ പറയുകയാണെങ്കിൽ എന്ത് വരും? ഈ 10⁵ 3 0 ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ 101.325 കിലോ പാസ്കൽ എന്ന് വരും. ഓക്കെ, ഇതിൽ 2 0 ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ 101.325 കിലോ പാസ്കൽ അല്ലെ, 10⁵ പാസ്കൽ അല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ ആണ് കേട്ടോ. അതൊക്കെ ചോദിക്കും. PSI പറയുകയാണെങ്കിൽ എന്താണ്? 14.7 ആണ്. അതുപോലെ തന്നെ ടോർ, 1 ടോർ എന്ന് പറയുന്നത് 1 mm of Hg ആണ്. 1 ടോർ എന്ന് പറയുന്നത് 1 mm of Hg ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ഇത്രയും കൺവേർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത്
നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഈ എക്സാമുകൾക്ക് നേരിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാൽ ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യം വരും പലപ്പോഴും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കും? ഓക്കെ, ഈ PSI എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം പറയാൻ പറ്റാത്തത്? PSIയുടെ ഫുൾ ഫോം പറഞ്ഞു. ഓക്കെ, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. അപ്പൊ അത് കഴിഞ്ഞു. അത്രയും കൺവേർഷൻസ് നിർബന്ധമായിട്ട് പഠിക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്രഷർ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ടൈപ്സ് ഓഫ് പ്രഷർ. പ്രഷർ പല ടൈപ്പ് ഉണ്ട്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പ്രഷർ ഉണ്ട്, അബ്സല്യൂട്ട് സീറോ പ്രഷർ. അതുപോലെ തന്നെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന വേറൊരു പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, ഗേജ് പ്രഷർ ഉണ്ട്, വാക്വം പ്രഷർ ഉണ്ട്. ഈ 4 സാധനമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അബ്സല്യൂട്ട് സീറോ പ്രഷർ അതെന്താണ്, അതുപോലെ തന്നെ വേറെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഗേജ് പ്രഷർ എന്താണ്, അതുപോലെ വാക്വം പ്രഷർ എന്താണ്. ഇത്രയാണ് പ്രഷർ. ഇത്രയും ടൈപ്പ് ഓഫ് പ്രഷറാണ് വരുന്നത്. ഇത് എന്താണെന്നുള്ള ദിവസം അറിഞ്ഞിരുന്നോളാം. വളരെ സിമ്പിൾ ആണ്, പലർക്കും അറിയായിരിക്കും. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ദി പോയിന്റ് ബിലോ വിച്ച് മോളിക്കുലർ ആക്ടിവിറ്റി സീസസ് ഓർ സ്റ്റോപ്സ്. എന്താ മീൻ ചെയ്യുന്നത് അറിയാമോ? അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്താ മീൻ ചെയ്യുന്നത്? അതായത് ഒരു സ്ഥലത്തെ പ്രഷർ അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണെങ്കിൽ മോളിക്കുലർ ആക്ടിവിറ്റി സീസസ്, അതായത് മോളിക്യൂൾസ് തമ്മിൽ ഒരു മോഷൻ ഉണ്ടാവില്ല, മോളിക്യൂൾസ് ഒക്കെ അനങ്ങാതെ ഇരിക്കും. മോളിക്കുലർ ലെവലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സീസ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഏതൊരു ആറ്റം എടുത്താലും അതിന്റെ അല്ലെങ്കിൽ ഏതൊരു വലിയ കമ്പൗണ്ട്, ഒരു സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ ആറ്റംസ് മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും മോഷൻ, പൊള്യൂഷൻ ഒക്കെ ഉണ്ടാവും ചെറിയ രീതിയിൽ. അബ്സല്യൂട്ട് സീറോ പ്രഷറിന്റെ അടുത്ത് എന്താ? മോളിക്കുലർ ആക്ടിവിറ്റി സീസസ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എന്റെ ഡെഫിനേഷൻ. എത്രയും പഠിച്ചാൽ അത് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനേഷൻ ഇതാണ്: പ്രഷർ എക്സർട്ടഡ് ബൈ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ സർഫസിൽ അതിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറെ ഗ്യാസസിന്റെ കൂട്ടം. ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്, ഓക്സിജൻ ഉണ്ട്, പിന്നെന്താ വേറെ കാർബൺ ഉണ്ട്, പിന്നെ കുറെ ചെറിയ ചെറിയ മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇതിനെ എല്ലാം കൂടി നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. അറ്റ്മോസ്ഫിയർ എർത്തിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഇത് പലർക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലർക്ക് അറിയാൻ പാടില്ല. ബാരോമീറ്റർ എന്ന് കേട്ടാൽ പെട്ടെന്ന് അത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ന് അറിയാം, എന്നല്ലാണ്ട് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ന് പറയാൻ അറിയില്ലാത്തവരും ഉണ്ടാവാം അല്ലെ. പലർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ബാരോമീറ്റർ ആണ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. ഓക്കെ, സോ 2 പ്രഷർ കഴിഞ്ഞു: അബ്സല്യൂട്ട് സീറോ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബ്സല്യൂട്ട് പ്രഷർ എന്ന് ദി പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട് വാക്വം പ്രഷർ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ. അബ്സല്യൂട്ട് വാക്വം പ്രഷർ, അബ്സല്യൂട്ട് സീറോ പ്രഷർ. എന്താ സംഭവം അറിയാമോ? ഞാൻ പറഞ്ഞു അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പ്രഷർ ഉണ്ട്. അത് ഞാൻ ഈ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന് വാല്യൂ ഉണ്ട്, അത് ഞാൻ ഈ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ഈ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം അറ്റ്മോസ്ഫിയറിക്. അബ്സല്യൂട്ട് സീറോ. അപ്പൊ ചിലപ്പോ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ, നമ്മുടെ വീടിന്റെ അകത്തുള്ള LPG ഗ്യാസ് സിലിണ്ടർ, അതിന്റെ അകത്തുള്ള പ്രഷർ ഒന്നും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കില്ല, അല്പം കൂടി ഹയർ ആയിട്ടുള്ള ഒരു പ്രഷർ ആയിരിക്കും അല്ലെ. അല്പം കൂടി ഹയർ ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും. പ്രഷറിനെ നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും.
ഈ ഗ്യാസ് സിലിണ്ടറിന്റെ അകത്തുള്ള പ്രഷറിനെ. ഞാൻ ആ ഗ്യാസ് സിലിണ്ടറിന്റെ പുറത്ത് ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഗേജ്, നമ്മൾ സാധാരണ കാണുന്ന സാധനമാണ്. ഗേജ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഇല്ലേ, ഇങ്ങനെ സൂചിയൊക്കെ ഉള്ള ഒരു മീറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രഷറിന്റെ വാല്യൂ ആയി. ആ മീറ്റർ ഞാൻ വെറുതെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ മീറ്റർ തരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ മീറ്റർ ഞാൻ വെറുതെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തരുന്ന വാല്യൂ 0 ആയിരിക്കും. സമയത്ത് ആ സിലിണ്ടറിന്റെ ആ അകത്തേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ മുകളിലുള്ള വാല്യൂ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ, ഈ മീറ്ററോടെ കുത്തി കഴിഞ്ഞാൽ ഒരു പ്രഷർ റീഡിങ് കാണിക്കും അല്ലെ. ആ പ്രഷർ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്? ആ സിലിണ്ടറിന്റെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സിലിണ്ടറിന്റെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് എന്നുള്ളതാണ്. എന്നാൽ സിലിണ്ടറിന്റെ അകത്തുള്ള പ്രഷർ അതാണോ? അല്ല. സിലിണ്ടറിന്റെ അകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അബ്സല്യൂട്ട് 0 മുതൽ അറ്റ്മോസ്ഫിയറിക് വരെയുള്ള അത്രയും പ്രഷർ. ആ പ്രഷർ പ്ലസ് നമ്മൾ ആ ഗേജ് അല്ലെ, ആ ഗേജ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷർ. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ ആക്ച്വൽ പ്രഷർ കിട്ടുള്ളൂ. ഈ പ്രഷറിനെയാണ് ഏത്? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഈ ഗേജ് മെഷർ ചെയ്ത ഈ പ്രഷർ ഇല്ല, അതിനെ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് പ്രഷർ കേട്ടാ. ഗേജ് എന്ന് പറയുന്നില്ല ഈ മീറ്റർ, നമ്മൾ സാധാരണ കാണുന്ന മീറ്റർ, പ്രഷർ മെഷർ ചെയ്യുന്ന എല്ലാ മീറ്ററും ഗേജുകളാണ്. അപ്പൊ ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ, പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട് വാക്വം. ഇതാണ് അബ്സല്യൂട്ട് വാക്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 കേട്ടോ. ഇതിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സപ്പോസ് ഒരു സ്ഥലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാന്ന് വിചാരിക്കാം, കുറവാണ്. അപ്പൊ ഈ ഗേജ് വെച്ച് നോക്കുവാണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ കേസിൽ അബ്സല്യൂട്ട് പ്രഷർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഈ കേസിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ആയിരിക്കും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഗേജ് പ്രഷർ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെ ഗേജ് പ്രഷർ. ഇൻ വിച്ച് അറ്റ്മോസ്ഫിയർ ഈസ് ടേക്കൺ ആസ് ഡാറ്റം. ഇനി ഗേജ് പ്രഷറിന്റെ പ്രത്യേകത എന്താ? അറ്റ്മോസ്ഫിയർ ആണ് അതിന്റെ ഡേറ്റ ആക്കി എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ മുകളിൽ എന്തുമാത്രം പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് ഗേജ് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഒരു സ്ഥലത്തെ പ്രഷർ എന്തുമാത്രം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഗേജ് പ്രഷർ. ഓക്കെ, അടുത്താണ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ, ദി പ്രഷർ ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. നമ്മൾ ഈ വാക്വം പ്രഷർ എന്ന് കേൾക്കുമ്പോൾ, വാക്വം എന്ന് കേൾക്കുമ്പോൾ അത് 0 പ്രഷറുള്ള ഏരിയ ആണ് എന്നുള്ളത് വിചാരിക്കും. അങ്ങനെയല്ല. വാക്വം പ്രഷർ മീൻസ് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവ് പ്രഷർ എന്നാണ്. ഒരു സ്ഥലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ്. എന്താണ്? വാക്വം പ്രഷറാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ നമ്മൾ ഒരു സ്ട്രോ ഇട്ടു, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്തു? അത് വലിച്ചു കുടിക്കുകയാണ്. ആ സ്ട്രോ കുടിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ സ്ട്രോയിന്റെ അകത്തുള്ള പ്രഷർ എന്താണ്? സ്ട്രോയിന്റെ അകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ ആയിരിക്കും അല്ലെ. ആക്ച്വലി എന്നെ സംഭവിക്കുന്നത്, ഇയാൾ മുകളിലേക്ക് സക്ക് ചെയ്യാണ്. അപ്പൊ എന്നെ സംഭവിക്കുന്നു, ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനൊക്കെ താഴെ പോയി. അപ്പൊ എന്ത് ചെയ്യും? ഈ വെള്ളം മുകളിലേക്ക് പൊങ്ങിയിട്ടാണ്. അപ്പൊ ഈ സ്ട്രോയിന്റെ അകത്തുള്ള പ്രഷർ എന്താ? ഇത് വാക്വം പ്രഷറാണ്. വാക്വം പ്രഷറാണ്. ഓക്കെ, വാക്വം പ്രഷറാണ്. അപ്പൊ അതാണ് നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഞാൻ ഇക്വേഷൻസ് ഒക്കെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. വാക്വം പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ ആയിരിക്കും. വാക്വം പ്രഷർ എന്തുകൊണ്ടാണ് അറിയാൻ കാരണം? ഓക്കെ, ഞാൻ 3 വരെ വരച്ചില്ല, അതുപോലെ തന്നെ 3 വരെ വരയ്ക്കണം. ഇതാണ് അബ്സല്യൂട്ട്, ഇതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ, ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഇതാണ് അബ്സല്യൂട്ട് 0. ഈ പോയിന്റിലെ പ്രഷർ, ഈ പോയിന്റിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത്രയായിരിക്കും. 0 മുതൽ ഇവിടം വരെയുള്ള ആ പ്രഷർ, ഇതാണ് അബ്സല്യൂട്ട് പ്രഷർ.
അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര അറിയാമോ? വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം പ്രഷർ മീൻ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം താഴെയാണ് ഒരു സ്ഥലത്തെ പ്രഷർ എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം താഴെയാണ് സ്ഥലത്തെ പ്രഷർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. വാക്വം പ്രഷറിന്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ എത്ര വരും? ഈ ഡിസ്റ്റൻസ് എന്നാണ് പറ്റും? അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് അബ്സല്യൂട്ട് പ്രഷർ കുറച്ചാൽ മതി അല്ലെ, എന്നാലാണ് ഈ ഡിസ്റ്റൻസ് കിട്ടുക. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. സോ അതിന്റെ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല, സെയിം തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. ഇതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്ന ലൈൻ. ഇതൊരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ ആണ്. ആ പ്രഷർ അതിനെ നമുക്ക് രണ്ട് രീതി പറയാൻ പറ്റും. ഈ പ്രഷറിന് നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ എന്നുള്ള രീതി പറയാൻ പറ്റും. അപ്പൊ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പ്രഷറാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പ്രഷറാണ്. വാക്വം പ്രഷർ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പ്രഷറാണ് ഈ പ്രഷർ. ഈ പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ ആണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പ്രഷർ. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സിമ്പിൾ, അത്രേ ഉള്ളൂ. ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പൊ അവിടെ വേറെ ഡൗട്ട് ഒന്നും ഇല്ലാതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്താണ് പാസ്കൽസ് ലോ. നമ്മൾ പെട്ടെന്ന് ഓരോ തിയറിറ്റിക്കൽ പോർഷൻസ് തീർത്തിട്ട് നമ്മൾ മാക്സിമം MCQs സോൾവ് ചെയ്യും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 40 MCQs ആണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് സോൾവ് ചെയ്തത്. നിങ്ങളൊരു 10, 100, 150 MCQs സോൾവ് ചെയ്യണം. മിനിമം 300 MCQ എങ്കിലും സോൾവ് ചെയ്യണം കേട്ടോ, ഓരോ ടോപ്പിക്കിൽ നിന്ന്. എന്നാലാണ് നിങ്ങൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുള്ളൂ. അപ്പൊ അടുത്താണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്താണ്? ഇത്രയുള്ള ഡെഫിനിഷൻ: പ്രഷർ അപ്ലൈഡ് ടു an incompressible fluid is transmitted equally in all directions throughout the fluid. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലി എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, വാട്ടർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അതിന്റെ എല്ലാ പോയിന്റിലേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതിനൊരു ലിവിങ് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ. അതിനുവേണ്ടി നോക്കിയേ, നമ്മൾ 2 സിലിണ്ടർ ഉള്ള ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എടുത്തേക്കുവാണ്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ നമ്മുടെ ഇത് എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ വണ്ടീനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം അത്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. അപ്പൊ അതെങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സിലിണ്ടർ ഉണ്ട്, ഒരു വലിയ സിലിണ്ടർ ഉണ്ട്. രണ്ടിലും ഓരോ പിസ്റ്റൺസ് വെച്ചിട്ടുണ്ട് അല്ലെ, ഓരോ പിസ്റ്റൺസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ കുറവാണ്, ഇതിന്റെ ഏരിയ കൂടുതലാണ്. നമ്മളിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യാം അല്ലെ, ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യാം. നമ്മളായിട്ട് കൊടുക്കുന്ന ലോഡ് അത്. ഒരു ലോഡ് അപ്ലൈ ചെയ്യണം. സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് F1 ആണെന്ന് വിചാരിക്കുക. F1 എന്ന് പറയുന്ന ഒരു ലോഡ് അല്ലെങ്കിൽ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? ഇവിടുത്തെ ഏരിയ A1 ആണെങ്കിൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? P1 ഈക്വൽ ടു F1/A1 ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടുത്തെ ഏരിയ A1 ആണെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് F1/A1 ആയിരിക്കും. നോട്ട് ദാറ്റ് A1 ഈസ് വെരി സ്മോൾ അല്ലെ, A1 വളരെ ചെറിയൊരു ഏരിയ ആണ് കമ്പയർഡ് ടു A2. ഒരു പ്രഷർ ഉണ്ടായി, എന്താണ്? F1/A1 അല്ലെ. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഈ പ്രഷർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദി ഫ്ലൂയിഡ്. ഇത് എല്ലാ പോയിന്റിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഈ ഫ്ലൂയിഡിന്റെ എല്ലാ സ്ഥലത്തുമുള്ള പ്രഷർ എന്തായിരിക്കും? എല്ലാ സ്ഥലത്തുള്ള പ്രഷറും ഈ F1/A1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടത്തെയും പ്രഷർ F1/A1 ആണ്, ഇവിടത്തെയും പ്രഷർ F1/A1 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം, ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടുത്തെ ഏരിയ വളരെ കൂടുതലാണ്. ഇവിടുത്തെ ഏരിയ വളരെ കൂടുതലാണ്, ശരിയല്ലേ? ഏരിയ വളരെ കൂടുതലാണ്. സപ്പോസ് നമ്മളിവിടെ ഒരു പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പൊ അതുപോലെ പ്രഷർ ഉണ്ടായി. ആ പ്രഷറാണ് എന്ത്? F1/A1. ഓക്കെ, ആ പ്രഷർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ
നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന പ്രഷർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഈ സിലിണ്ടർ മുകളിലേക്ക് ഒന്ന് മൂവ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും ശരിയല്ലേ, പ്രഷറിന്റെ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ സിലിണ്ടറിൽ നിന്ന് മുകളിലേക്ക് കിട്ടുന്ന ലോഡ് ഫോഴ്സ് അത് F2 ആണെന്ന് വിചാരിക്കാം. F2 എമൗണ്ട് ഓഫ് F2 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് മുകളിലേക്ക് കിട്ടണമെന്ന് വിചാരിക്കാം. നമ്മളിവിടെ അപ്ലൈ ചെയ്ത പ്രഷർ മൂലം നമുക്ക് മുകളിലേക്ക് ഈ പിസ്റ്റണിൽ നിന്ന് മുകളിലേക്ക് ഒരു F2 എമൗണ്ട് ഓഫ് ഫോഴ്സ് കിട്ടണമെന്ന് വിചാരിക്കാം. അതിനാണ് ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, F2 ഡിവൈഡ് ബൈ A2 അല്ലെ, F2 ഡിവൈഡ് ബൈ A2 ആയിരിക്കും ഇവിടുത്തെ പ്രഷർ, ഈ പോയിന്റ് പ്രഷർ. നമുക്കറിയാം അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ F1 ബൈ A1 ഈക്വൽ F2 ബൈ A2 ആയിരിക്കും. എല്ലാ പോയിന്റിലെയും പ്രഷർ സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ആ പ്രഷർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രഷർ മൂലം ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് F2 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും, F2 ബൈ A2 ആയിരിക്കും. ഇനി നമുക്ക് F2ന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ F2 ഈക്വൽ ടു എന്താണ്, F1 ഇൻറ്റു A2 ബൈ A1 വരും അല്ലെ, F1 ഇൻറ്റു A2 ബൈ A1. നമുക്കറിയാം A2 ഈസ് മച്ച് ലാർജർ ദാൻ A1. A2 ഈസ് മച്ച് ലാർജർ ദാൻ A1. സോ ബിക്കോസ് ഓഫ് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, F2 വിൽ ബി മച്ച് ലാർജർ ദാൻ F1 അല്ലെ. ഈ വാല്യൂ എന്തായി, ഈ വാല്യൂ ഒരു 3 or 4 അല്ലെങ്കിൽ 4 ഒക്കെ ആവും അല്ലെ, 3 or 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 ഒക്കെ ആവും. കാരണം A2 ഈസ് ലാർജർ ദാൻ A1. സോ F2 വിൽ ബി ഡബിൾ ഓർ ട്രിപ്പിൾ ഓർ 10 ടൈംസ്. എത്ര ടൈംസ് ആണോ ഈ A1 A2 A1നേക്കാൾ കൂടുതലുള്ളത് അത്രയും ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും, ആ F2 എന്ന് പറയുന്ന ലോഡ് ഇൻക്രീസ് ചെയ്യും. പാസ്കൽ ലോന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത്രയും പഠിക്കുക, ഈക്വേഷൻ പഠിച്ചു വെച്ചാൽ. അപ്പൊ ഈക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പാസ്കൽസ് ലോ കഴിഞ്ഞു. അടുത്താണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ. ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് നോക്കാം. It states that rate of increase of pressure in vertically downward direction must be equal to specific weight of the fluid at that point. Very very important ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, rate of increase of pressure in vertically downward direction must be equal to specific weight of fluid at that point. നോക്കാം, വെരി സിമ്പിൾ ആയ ഡെഫിനേഷൻ ആണ്. നോക്കാം, നമ്മുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ട്, ഒരു ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബീക്കറിന്റെ പല പോയിന്റ് ആണ്, ABCD എന്ന് പറയുന്ന പല പല പോയിന്റുകളാണ്. ബീക്കറിൽ നിറച്ചും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അതായി കാണിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ ഫ്രീ സർഫസ് ആണ്. ഇവിടെ നിങ്ങൾ താഴേക്ക് പോകും തോറും ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ അല്ലെ, rate of increase of pressure in vertically downward direction. Rate of increase of pressure in vertically downward direction. താഴേക്ക് പോകുന്തോറുമുള്ള പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇൻക്രീസ് ഓഫ് പ്രഷർ അല്ലെ, വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെ, ഇങ്ങനെ എഴുതാൻ പറ്റാതെ. അതായത് ഡെപ്ത് കൂടുന്തോറും ഉള്ള പ്രഷറിലുള്ള ചേഞ്ച്. H എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ സർഫസിന് താഴേക്കുള്ള ഡെപ്ത് ആണ് കേട്ടോ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, dP/dH ആണ്. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ദി വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞേ, എന്തിനാണ് സ്പെസിഫിക് വെയിറ്റ് നമ്മൾ സ്മോൾ W വെച്ചാൽ സൂചിപ്പിക്കുന്നത് അല്ലെ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ദാറ്റ് പോയിന്റ്, പോയിന്റ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് വെയിറ്റിനോട് തുല്യമാണ്. ഓക്കെ, സ്പെസിഫിക് വെയിറ്റിനോട് തുല്യമാണ്. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. dP/dH is equal to specific weight. നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. dP/dH is equal to സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ മക്കളെ, ഓർക്കണ്ട, സ്പെസിഫിക് വെയിറ്റ് റോ ഇൻറ്റു ജി ആണ്. റോ ഇൻറ്റു ജി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ dP is equal to റോ ഇൻറ്റു ജി ഇൻറ്റു DH എന്ന് എഴുതാൻ പറ്റും. ഇനി രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഉണ്ടോ,
അപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് പ്രഷർ ഫിസിക്കലിൽ എന്ത് വരും? ഡീപ്പിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പി നേരിട്ട് വരും. പി സിക്കൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് വരും. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. പ്രഷർ ഫിസിക്കലി റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് വരും. ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇത് മീൻ ചെയ്യുന്ന മറ്റൊന്നുമല്ല, ഒരു ലിക്വിഡ് സർഫസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് താഴെയുള്ള ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പറയേണ്ടത്, എന്താ? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ്. അപ്പൊ ഇതൊന്ന് ചിലപ്പോ ഈ ഓപ്ഷൻ, ഇത് ഓപ്ഷൻ ആയിട്ട് വരാം, ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് ഇങ്ങനെയും കാണാം, dp/dh ഈസ് ഈക്വൽ ടു -w എന്നും കാണാം. അതും ശരിയാണ്. അത് എപ്പോഴാണെന്ന് അറിയാമോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറയാം. സപ്പോസ് നമ്മള് ഇതാണ് ബീക്കർ, ഇവിടെ വെള്ളമുണ്ട്. നമ്മള് എച്ചിന്റെ വാല്യൂ ഈ ഫ്രീ സർഫസ് എടുക്കുന്നത് വിചാരിക്കാം. താഴേക്കാണ് വരുന്നത്, ഡൗൺവാർഡ് ഡയറക്ഷനിലാണ് വരുന്നത്, ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ താഴേക്ക് വരുന്നതോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക, ശരിയല്ലേ? താഴേക്ക് വരുന്നതോറും എച്ചിന്റെ വാല്യൂ കൂടുന്നതോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? dp/dh ഈസ് ഈക്വൽ ടു w എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യണം, ഇങ്ങനെ എഴുതുമ്പോൾ ഈക്വൽ ടു w എഴുതാണ്. മൈനസ് ചെയ്തല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? താഴേക്കാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഫ്രീ സർഫസിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കാം. ബീക്കറുണ്ട്, വെള്ളമുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് വിചാരിക്കാം. ഹൈറ്റ് കൂടുന്നത് ഇവിടുന്ന് മുകളിലേക്കാണ്. ബോട്ടം സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ഹൈറ്റ് കൂടുന്ന രീതിയിലാണ് നമ്മൾ എച്ച് എടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ dp/dh ഈസ് ഈക്വൽ ടു -w നടക്കേണ്ടി വരും. അതിനെടുക്കാൻ കാരണം എന്താ അറിയാമോ? അതിനെടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ഇവിടെ നോക്കിയേ, എച്ചിന്റെ വാല്യൂ കൂടുന്തോറും പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എച്ചിന്റെ വാല്യൂ കൂടുന്തോറും പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവിടെ മൈനസ് ഇട്ടെടുത്തത്, നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തോളാം, ഈ രണ്ട് എക്സ്പ്രഷനും ശരിയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് എക്സ്പ്രഷനും ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ എച്ച് എടുത്തിരിക്കുന്നത് ഫ്രീ സർഫസിൽ നിന്ന് താഴത്തേക്കാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ എച്ച് എടുത്തിരിക്കുന്നത് അടിയിൽ നിന്ന് മുകളിലേക്കാണ് കേട്ടോ. ഇത് ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്തോളാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഇത്ര നേരം പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പ്രഷറിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മള് മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷറിലേക്ക് പോവാണ്. മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. പ്രഷർ നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും, പല ഡിവൈസസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് മാനോമീറ്റർ ആണ് ഉള്ളത്, പിന്നെ ഉള്ളത് മെക്കാനിക്കൽ ഗേജസ് ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഉപകരണങ്ങളെ പറ്റിയാണ്. ഓക്കെ, ഈ PPTയിലുള്ള എല്ലാ ഉപകരണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മാനോമീറ്റർ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. സിമ്പിൾ മാനോമീറ്ററിന് നമുക്ക് വീണ്ടും പലതായിട്ട് തിരിക്കാൻ പറ്റും. പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ, ഇങ്ങനെ 3 തരം സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്. സിംഗിൾ കോളം മാനോമീറ്റർ തന്നെ പിന്നെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഓക്കെ, മാനോമീറ്റർ തന്നെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ, അല്ലെ? സിമ്പിൾ മാനോമീറ്റർ തന്നെ പീസോമീറ്റർ ഉണ്ട്, യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്. സിംഗിൾ കോളം മാനോമീറ്റർ തന്നെ വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്. ഇനി ഇത് കൂടാതെ സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. ഡിഫറൻഷ്യൽ മാനോമീറ്ററിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ മാനോമീറ്ററിന്റെ ബ്രോഡ് കാറ്റഗറി കഴിഞ്ഞു.
അടുത്ത മെക്കാനിക്കൽ ഗേജസ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സാമുകൾക്ക് ചോദിക്കാറില്ല. എന്നാലും കുറച്ച് ഫാക്ടുകൾ പഠിച്ചു വെച്ചേണ്ടാണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. ജസ്റ്റ് ഇത് എന്താ സാധനം എന്ന് അറിഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ മെക്കാനിക്കൽ ഗേജസിൽ വരുന്നത് പ്രഷർ മെഷർ, ഡയഫ്രം പ്രഷർ ഗേജ് ആണ്. ഒന്ന് ഡയഫ്രം പ്രഷർ ഗേജ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് പ്രഷർ ഗേജ് ഉണ്ട്. ബാർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്. ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഒരു കാലിബ്രേറ്റിംഗ് ഡിവൈസ് ആണ് കേട്ടോ. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെഡ് വെയിറ്റ് ടെസ്റ്റർ. ഓർത്തിരുന്നോളാം, ഡെഡ് വെയിറ്റ് ടെസ്റ്റർ. ഓക്കെ, ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗേജസിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഓർത്തിരുന്നോളാം. ഇതിനെപ്പറ്റി വർക്കിംഗ് എങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. കാലിബ്രേറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്. മറ്റൊരു പേരാണെന്ത്, ഡെഡ് വെയിറ്റ് ടെസ്റ്റർ. പിന്നെ വേറെ ടൈപ്പാണ് ബെല്ലോസ് പ്രഷർ ഗേജ്. ഇതിനെപ്പറ്റി ജസ്റ്റ് അവർ എന്താ സംഭവം എന്നുള്ളതിന്റെ വർക്കിംഗ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് പഠിക്കാവുന്ന മാനോമീറ്റേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനോമീറ്ററിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രഷറിന്റെ മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.